ക്രാഫ്റ്റ് മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. വയനാട്, പാലക്കാട്, ഇടുക്കി ജില്ലകളിൽ നടന്ന PSC പരീക്ഷയുടെ ചോദ്യപേപ്പർ വിശകലനം. താഴെ പറയുന്നവയിൽ ഒരു ഫെഡറൽ സംവിധാനത്തിന്റെ സവിശേഷത ഏത്? ഉത്തരം ഡി. സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ. സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ സൂര്യന്റെ അയനം. ഉത്തരം ദക്ഷിണായന രേഖയിൽ നിന്നും ഭൂമധ്യരേഖയിലേക്ക്. താഴെ തന്നിരിക്കുന്ന സംഭവങ്ങളെ കാലഗണനാ ക്രമത്തിൽ ക്രമീകരിക്കുക. ഗുരുവായൂർ സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം, നിവർത്തന പ്രക്ഷോഭം, വൈക്കം സത്യാഗ്രഹം. ഉത്തരം സി. വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, നിവർത്തന പ്രക്ഷോഭം, ക്ഷേത്രപ്രവേശന വിളംബരം. കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏത്? ഉത്തരം ബി. ബോക്സർ കലാപം, ചൈന. പുലർകാലത്ത് ഇലകളുടെ അഗ്രഭാഗങ്ങളിലും മറ്റും തണുത്ത പ്രതലങ്ങളിലും പറ്റിപ്പിടിച്ച് കാണുന്ന വെള്ളത്തുള്ളികളാണ് ഡാഷ്. തുഷാരം. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി 1964 രൂപീകരിച്ച സ്ഥാപനം ഏതാണ്? ഉത്തരം സി. വിജിലൻസ് കമ്മീഷൻ. ഏതൊക്കെ ഭൂപ്രദേശങ്ങളാണ് 1954 ഇന്ത്യൻ യൂണിയനോട് ചേർക്കപ്പെട്ടത്? ഉത്തരം സി. പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി, യാനം. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. ആരുടെ കാഴ്ചപ്പാടാണിത്? ഉത്തരം രാജാറാം മോഹൻ റോയ്. ഏത് സാമൂഹിക പരിഷ്കർത്താവാണ് ഹിതകാരിണി സഭ രൂപീകരിച്ചത്? ഉത്തരം വീരേശലിംഗം. ഏത് ഹിമാലയൻ ഭൂപ്രദേശത്താണ് അസം ഹിമാലയം എന്ന പേരിലും അറിയപ്പെടുന്നത്? ഉത്തരം കിഴക്കൻ ഹിമാലയം. PT ഭട്ടതിരിപ്പാട് നേതൃത്വം നൽകിയ പരിഷ്കരണ പ്രസ്ഥാനമേത്? ഉത്തരം ബി. യോഗക്ഷേമ സഭ. താഴെ തന്നിരിക്കുന്ന പ്രസ്ഥാനങ്ങളിൽ ശരി ഏതെന്ന് കണ്ടെത്തുക. ഉത്തരം സി. രാഷ്ട്രപതിയും ലോകസഭയും രാജ്യസഭയും ചേർന്നതാണ് ഇന്ത്യൻ പാർലമെന്റ്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ തന്നിരിക്കുന്നു. ഏറ്റവും അനുയോജ്യമായത് കണ്ടെത്തി എഴുതുക. ഉത്തരം സി. ലോകസഭയിലും രാജ്യസഭയിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും സംസ്ഥാന നിയമസഭകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും ഉൾപ്പെടുന്ന ഇലക്ട്രൽ കോളേജ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നു. കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക. ഉത്തരം സി. IK ഗുജറാൾ. നഗരഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി തിരിച്ചറിയുക. ഉത്തരം ബി. 74-ാം ഭേദഗതി. ഏത് സംഘടനയുടെ അടുത്തിടെ ഗ്ലോബൽ ഫുഡ് പോളിസി റിപ്പോർട്ട് 2024 പുറത്തിറക്കിയത്? ഏത് സംഘടനയാണ് അടുത്തിടെ ഗ്ലോബൽ ഫുഡ് പോളിസി റിപ്പോർട്ട് 2024 പുറത്തിറക്കിയത്? ഉത്തരം സി. ഇന്റർനാഷണൽ ഫുഡ് പോളിസി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അടുത്തിടെ വാർത്തകളിൽ കണ്ട റുവാഹ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ്? ഉത്തരം താൻസാനിയ. 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ തീം എന്താണ്? ഉത്തരം സി. ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം തടയൽ, വരൾച്ചാ പ്രതിരോധം. ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് വാഹന സൂചിക പുറത്തിറക്കിയ സ്ഥാപനം ഏത്? ഉത്തരം ബി. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. 2024 IPL ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് നേടിയ കൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീമിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? ഉത്തരം സി. ശ്രേയസ് അയ്യർ. താങ്ക് യു.